എല്ലാവരെ പോലെയും അവൾക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി അവൾ ഒരുപാട് പരിശ്രമിച്ചു. സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുമ്പോൾ അധ്യാപകർ പൊതുവെ അവൾ മിടുക്കിയാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതവളിൽ ഒരുപാട് പ്രോത്സാഹനമുണ്ടാക്കുകയും കൂടുതൽ കൂടുതൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ അവളെ അത് പ്രേരിപ്പിക്കുകയും ചെയ്തു. ചിലപ്പോഴൊക്കെ തന്നെ താഴ്ത്തിക്കെട്ടിയവർക്ക് മുന്നിൽ ഉയർന്നു നിൽക്കാൻ തന്നെയായിരുന്നു അവളുടെ പഠിത്തം മുഴുവനും. വീണ്ടും വീണ്ടും എവിടെയൊക്കെയോ തട്ടി വീഴുന്നത് പോലെ അവൾക്ക് തോന്നിയെങ്കിലും പതിമടങ്ങ് ശക്തിയോടെ ഫൈനൽ എക്സാമിനെല്ലാം നല്ല മാർക്ക് വാങ്ങി അവൾ തിരിച്ചെത്തി. കോളേജ് ലൈഫിന് ശേഷം അവളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? അതെ, അവളും ഒരു ജോബിന് കയറി. പക്ഷേ കൂടെ പഠിച്ചവരിൽ ഏറ്റവും കുറവ് ശമ്പളം കിട്ടുന്ന ഒരിടത്തായിരുന്നു അവൾ കയറിയത്. ബാക്കി എല്ലാവർക്കും ഉയർന്ന ശമ്പളവും. എന്തോ അതവളെ തളർത്തിയില്ല. കാരണം അവളുടെ സ്വപ്നം ഈ കോളേജ് ലൈഫിൽ പഠിച്ച, അതായത് BSc നഴ്സിംഗ് ആയിരുന്നില്ല അവളുടെ സ്വപ്നം. അവളുടെ സ്വപ്നം ഒരു IAS കാരിയാകുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലയളവിൽ അവൾ ആ കുറഞ്ഞ ശമ്പളത്തിലാണെങ്കിലും ആ കുറഞ്ഞ ജോലിഭാരമുള്ള ആ സ്ഥലത്ത് ജോലി ചെയ്തതുകൊണ്ടാവണം അവൾക്ക് ഒരുപാട് പഠിക്കാൻ അവസരവും സമയവും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നു. അവൾ IASന് വേണ്ടി പ്രിപ്പയർ ചെയ്തു, 2 പ്രാവശ്യം എക്സാം അറ്റൻഡ് ചെയ്തു. പക്ഷെ അവൾക്കത് കിട്ടിയില്ല. പിന്നീട് അവൾ മനസ്സിലാക്കുന്നു, കൂടെല്ലാം അറബ് രാജ്യങ്ങളിലേക്കും കാനഡയിലേക്കും UKയിലുമൊക്കെ ചേക്കേറി തുടങ്ങിയിരിക്കുന്നു. ഇനിയും തൻ്റെ ഈ സ്വപ്നം കൊണ്ടിരുന്നാൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ കരിയർ അവിടെയല്ല എന്നവൾ തിരിച്ചറിയുകയാണ്. പിന്നീട് അവൾ OET പഠനത്തിനായി പോകുന്നു. എന്തുകൊണ്ടോ അവൾക്ക് വിധിയില്ലാത്തത് കൊണ്ടാണോ, അവളുടെ ഇഷ്ടം അതല്ലാത്തത് കൊണ്ടാണോ, ഇനി അവൾക്ക് വേണ്ട പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണോ എന്തോ അവൾ അവിടെ പരാജയപ്പെടുകയാണ്. ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്ക് അവൾ ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എന്തോ അവൾ വിട്ടുകളയാൻ തയ്യാറല്ല. പഠിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് അവളുടെ മനസ്സ് മന്ത്രിക്കുന്നത് പോലെ. പിന്നീട് അവൾ പ്രോമെട്രിക് എക്സാമിലേക്കായി മൊത്തം ചിന്തയും. അതിനായി ചേർത്തലയിലെ ആൻ്റണീസ് അക്കാഡമിയിൽ അവൾ അഡ്മിഷൻ എടുക്കുന്നു. പിന്നീട് അവളിലേക്ക് എന്തൊക്കെയോ ഭാഗ്യങ്ങൾ കടന്നു വരുന്നത് പോലൊരു തോന്നൽ. പക്ഷേ അതെല്ലാം തോന്നൽ മാത്രമായിരുന്നോ? അവൾക്കതെല്ലാം എത്തിപ്പിടിക്കാൻ പറ്റുമോ? ഇനിയും അവളുടെ കരിയർ മുന്നോട്ട് തന്നെ നല്ല രീതിയിൽ പോകുമോ? ഒന്നും അവൾക്കറിയില്ല. അതെ, ഈ കാലയളവിൽ അവൾ അനുഭവിക്കുന്ന ഡിപ്രഷനെക്കുറിച്ച് ആരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ? ജീവിതം ഒരു സർപ്രൈസ് സ്റ്റോറിയാണ്. എന്താണ് അവൾ ആഗ്രഹിച്ചത് അതാണോ അവൾക്ക് കിട്ടിയത്? അവൾ എന്തെല്ലാം കടന്നു പോയിരിക്കുന്നു, എന്തെല്ലാം പഠിച്ചിരിക്കുന്നു.